ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഞാൻ ഏകദേശം 10 ദിവസത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷവും ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഞാൻ യോഗിനി ഏകാദശിയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ ഫോണോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഉള്ള ഒരു റെസ്ട്രിക്ഷൻസ് പറയുന്നത് കാരണം അതിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയാണ്. എനിക്ക് എന്താണ് എൻ്റെ വീഡിയോ കാണാത്തതെന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടവർക്ക് പോലും ഒരു റിപ്ലൈ ടൈപ്പ് ചെയ്യാൻ പോലും തോന്നുന്നില്ല. ഫോണുമായിട്ട് അത്രയ്ക്കൊരു കണക്ഷൻ ഇല്ലാതെ പോയി. അങ്ങനെ തന്നെ പോകണമെന്നാണ്. പക്ഷെ നിരന്തരം ഓരോരുത്തരും വിളിച്ചൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അല്പം ഭഗവാന്റെ കാര്യം സംസാരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് വയ്യാഴികയോ ഒന്നും ഉണ്ടായിട്ടല്ല. വളരെ ആകസ്മികമായിട്ട് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടുമുട്ടി. അപ്പോൾ എനിക്ക് കഴുത്തിന് പുറകുവശത്തായിട്ടൊരു ഹെൽമെറ്റ് നിരന്തരം ഒരുപാട് വർഷങ്ങളായിട്ട് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുക. അപ്പോൾ അന്നൊക്കെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അന്നൊക്കെ റോഡൊന്നും നന്നായിട്ടുള്ളതല്ലായിരുന്നു, വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് കഴുത്തിന് പുറകിലൊരു ചെറിയ വേദനയായിട്ട് വന്നിട്ട് അവിടെ ഞാനീ അടുത്തിടയ്ക്ക് ആ വേദന ഇത്തിരി കൂടിയപ്പം, പ്രത്യേകിച്ച് ഹെൽമെറ്റ് വെച്ച് വണ്ടി കുണ്ടും കുഴിയുള്ള റോഡിലൂടെ പോകുമ്പോഴാണ് അത് കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു ചെറിയ തേയ്മാനം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു ആയുർവേദ ഡോക്ടർ അതിൻ്റെ തേയ്മാനത്തിനുള്ള മരുന്ന്, അലോപ്പതി മരുന്നൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. വേദന സംഹാരികൾ ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ശരീരം മൊത്തത്തിലെ ഉടിച്ചിലും പിഴിച്ചിലും അങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. ഞാൻ മൊത്തത്തിൽ എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്, എല്ലാ കാര്യങ്ങളിൽ നിന്നും അവധിയെടുത്തിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അതങ്ങനെ സുഖമായി വരുന്നു. ഇനിയും ഇപ്പോൾ 12 ദിവസമായി. ഇനി ഒരു 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതുകൂടെ കഴിഞ്ഞ് അതിൻ്റെ ഒരു റെസ്റ്റ് കൂടെ കഴിയുമ്പോഴേ ഒരു പൂർണ്ണമായ ഒരു ശാരീരികമായ ഒരു അവസ്ഥയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ എന്നാലും ഇന്ന് ഞാൻ ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നത്തെയും പോലെ നമ്മൾക്കിങ്ങനെ ജീവിതയാത്രയുടെ പല ഘട്ടങ്ങളിലും ഇങ്ങനെ കടന്നു വരുമ്പോൾ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, അമ്മ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കണ്ടിട്ടാണ് ഞാനും എൻ്റെ സഹോദരനുമൊക്കെ വായനയിലേക്ക് വന്നത്. അമ്മയുടെ കയ്യിലിരുന്ന 2-ാം മൂഴം കണ്ടാണ് ആ പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. അമ്മയാണ് അതിനൊക്കെ എനിക്ക് പ്രേരണ നൽകിയത്. അപ്പോൾ അങ്ങനെ ആ വായന MD സാറിൻ്റെ, ONV കുറുപ്പ് സാറിൻ്റെ, മാധവിക്കുട്ടി അമ്മയുടെ, അതുപോലെ സുഗതകുമാരി ടീച്ചറിൻ്റെ, അങ്ങനെ ഒരുപാട് പിന്നെ ആധുനികമായിട്ടുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കവിത എഴുതുന്ന സച്ചിദാനന്ദൻ മാസ്റ്റർ, പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഇങ്ങനെ ധാരാളം പേരുടെ കൃതികളൊക്കെ നമ്മളിങ്ങനെ വായിച്ച് വരുമ്പോൾ അന്ന് തോന്നി, ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം, ഇവരൊക്കെ എന്തുമാത്രം ടാലൻറ്റഡാണ്, ഇവരെ പോലെ ഒരു വരി എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ പിന്നീട് ചെറുകഥാ സമാഹാരമൊക്കെ പുറത്തിറക്കിയപ്പോൾ കണ്ണൂരുള്ള ഒരു ആൾ, ഞാൻ പേര് ഓർക്കുന്നില്ല, എനിക്കൊരു കാർഡിലൊരു മെസ്സേജ് ഇങ്ങനെ കാർഡിൽ, പോസ്റ്റ് കാർഡ് അന്നുണ്ടായിരുന്നു, അതിലിങ്ങനെ എഴുതി, എൻ്റെ ഏതോ ഒരു കഥയിലെ ഒരു വരി വായിച്ചപ്പോൾ, അതിലൊരു സെൻറ്റൻസ് വായിച്ചപ്പോൾ MD വാസുദേവൻ നായരുടെ ഒരു രചനയുടെ അതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ആ കഥയിലെ ഇന്ന വരിയെന്ന് ഇങ്ങനെ. അപ്പോൾ ഞാനെടുത്ത് വീണ്ടും അത് വായിച്ചു നോക്കി. അത്രയ്ക്കും അങ്ങനെ ഒരു ഫീൽ മഹാനായ MDയുടെ കഥ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് എൻ്റെ ഒരു ചെറുകഥയിൽ അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയോ എന്നെനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഒരുപാട് കഥയും കവിതകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്നൊക്കെ തോന്നി ഇതിലൂടെ മാക്സിമം ഒരു വലിയൊരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാകണം, അതിൽ തന്നെ ഇങ്ങനെ പോകണം
എന്നൊക്കെ ചോദിക്കും. എന്നെ എല്ലാവരും എഴുത്തുകാരി, കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, എഴുത്ത് നിർത്തിയോ രാജി, ഇപ്പോൾ ഒന്നും എഴുതുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എഴുതാനൊക്കെ ശ്രമിക്കും. എന്നാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ എഴുതാം എന്നൊക്കെ ശ്രമിക്കും. പക്ഷേ എനിക്ക് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും എഴുതാൻ എനിക്ക് കഴിയുന്നില്ല. എന്തെഴുതിയാലും ഞാനത് ഭഗവാനെക്കുറിച്ചുള്ള കവിതകളോ അല്ലെങ്കിൽ ഭഗവാൻ നായകനാകുന്ന കഥകളോ ഒക്കെയാണ് ഞാൻ പിന്നീട് എഴുതിയിട്ടുള്ളതെല്ലാം. ഇപ്പോഴും അങ്ങനെയുള്ളു. എഴുതാൻ വേറെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എഴുതാൻ ഒരു കവിത എങ്ങനെ എഴുതാൻ ഒരു മനസ്സിലങ്ങനെ ഒരു മൂഡ് വന്നാൽ അതിൽ ഭഗവാനും ആ വൃന്ദാവനവും ഗോപികമാരും അങ്ങനെയുള്ള ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാൻ ആ വൃന്ദാവനത്തിലാടിയ രാസലീലകൾ അവിടെ വരെ ഭഗവാൻ പോകുന്ന ഭാഗം തൊട്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു സന്തോഷവും തോന്നത്തില്ല. ആ ഭാഗവതത്തിൽ നാരായണത്തിൽ എവിടെ വായിച്ചാലും ആ ഭാഗം വരുമ്പോൾ ആകെ വല്ലാത്ത ഒരു വിരഹമാണ്, ഒരു ഗോപികയുടെ വിരഹമാണ് നമുക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള കാലഘട്ടങ്ങൾ, ഉണ്ണിക്കണ്ണനായിട്ട് ഓടി നടക്കുന്നത്, അമ്മയെ കളിപ്പിക്കുന്നത്, അമ്മയുടെ ശുണ്ടി കാണിക്കുന്നത്, അതുപോലെ ഓരോ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് എല്ലാ ഗോപികന്മാരുടെയും ഹൃദയത്തിലെ ആരാധനാമൂർത്തിയായി മാറുന്ന കണ്ണൻ, ഒരു നോക്ക് കണ്ണനെ കാണുവാൻ കാത്തിരിക്കുന്ന ഗോപികമാർ, കണ്ണൻ്റെ എത്ര പറഞ്ഞാലും മതി വരാത്ത കണ്ണൻ്റെ ലീലകൾ. അവരിങ്ങനെ കണ്ണനെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞ് അവർ സ്വയം സന്തോഷിക്കും. നമ്മൾ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന വ്യക്തികളെ കാണാതിരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരോട് പറയുകയും സ്വയം ആ പറയുന്നതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുകയൊക്കെ ചെയ്യില്ലേ എന്ന് പറയുന്നത് പോലെ ഗോപികമാരുടെ ഏക സന്തോഷം ഭഗവാനാകുമ്പോൾ അവർ പരസ്പരം ആ ഭഗവാനെക്കുറിച്ച് സംസാരിച്ച് ആശ്വസിക്കുന്നു, ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ അതൊക്കെയാണ് പിന്നീട് നമ്മുടെ ഹൃദയത്തിൽ ആ എഴുത്തിൻ്റെ രൂപത്തിൽ വരുന്നത്. ഭഗവാനെ മാറ്റി നിർത്തിയിട്ടല്ലേ ഈ ആത്മീയ പാതയിൽ നിന്ന് വ്യതിചലിച്ചൊരു ഭൗതിക ജീവിതത്തെക്കുറിച്ച് അല്ലെ ഭൗതികമായ ഒരു സാങ്കല്പികമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുറച്ച് ആശയങ്ങൾ, നമ്മുടെ തന്നെ കുറച്ച് അനുഭവങ്ങൾ എഴുതുകയോ ഒന്നും പറ്റുന്നില്ല. അതാണ് സത്യം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ വായിക്കുന്ന എല്ലാ മഹത്തരമായിട്ടുള്ള എല്ലാ സൃഷ്ടികളും ആ സൃഷ്ടികർത്താക്കളും ഇപ്പോഴും ധാരാളം എഴുതുന്ന എത്രയോ നല്ല നല്ല എഴുത്തുകളുണ്ട്. പക്ഷെ നമുക്ക് അത് വായിക്കുമ്പോൾ അന്നേരം ഒരു സന്തോഷം കിട്ടുമെങ്കിലും ആ ഒരു സന്തോഷത്തിനേക്കാളൊക്കെ ഉപരിയാണ് ഒരു വ്യക്തിയുടെ സർഗാത്മകമായിട്ടുള്ള ആ ഒരു കഴിവാണ് സൃഷ്ടികളായി പുറത്തു വരുന്നത്. ആ സർഗാത്മകത ആ വ്യക്തിക്ക് കൊടുത്തത് ആരാണെന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയെയല്ലേ, ആ കൊടുത്ത ശക്തിയെയല്ലേ നമ്മൾ പരമപ്രധാനമായി കാണുന്നത്. ആ കൊടുത്ത ആളിൻ്റെ സർഗശക്തി എന്തായിരിക്കും? ആ കൊടുത്ത ആൾ എല്ലാവർക്കും സർഗശക്തികളെ കൊടുത്ത, വാസനകളെ കൊടുത്ത ആ ആളിൻ്റെ വാസന, ആ ആളിൻ്റെ കഴിവ് എന്തായിരിക്കും? അതറിയാനുള്ള ഒരു വെമ്പലല്ലേ നമുക്ക് വരുന്നത്. ആ ഭഗവാന്റെ അതാണ് ഭഗവാന്റെ ഭാര്യമാരെന്ന് നമ്മൾ പറയുന്ന 8 പ്രധാന ഭാര്യമാരാണ്. അഷ്ടലക്ഷ്മികളെന്ന് പറയുന്ന 8 ടാലൻസുകളാണ് മനുഷ്യർക്ക് ആ ടാലൻറ്റുകളാണ് പ്രധാനമായിട്ടും കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ 10,008 ഭാര്യമാരെന്ന് പറയുന്നത് ആ 10,000 മനുഷ്യരിലുള്ള വ്യത്യസ്തമായ വാസനകളാണ്. അതിനെയൊക്കെയാണ് ഭഗവാന്റെ ഭാര്യമാരെന്ന് നമ്മൾ പത്നിമാരായിട്ട് ചിത്രീകരിക്കുന്നത്. ഭഗവാനാകുന്ന ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആ വാസനകളെയാണ് ഈ 10,008 എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്. ഇതെല്ലാം ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന വാസനകളാണ്, ടാലൻസാണ്. ഈ ടാലൻസുകളൊക്കെ കൊടുത്ത ആ ആളിൻ്റെ ടാലൻസ് എന്താണ്, ആ ആൾ ആരാണ്, അതിൻ്റെ ആ അപാരമായ ആ കഴിവെന്താണ്, ഇതൊക്കെ അറിയാനല്ലേ നമ്മൾ ശരിക്കും അത് ശ്രമിക്കുന്നത്. ആ ഒരു ശക്തിയെക്കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനല്ലേ ശരിക്കും തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ മാത്രമാണ് ഏറ്റവും
മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും ഏറ്റവും സത്യമായിട്ടുള്ളതും. ബാക്കി നമ്മൾ എഴുതിയിരിക്കുന്ന ഈ മനുഷ്യരെഴുതിയിരിക്കുന്ന സൃഷ്ടികളെല്ലാം കാലഹരണപ്പെട്ടു പോവുകയല്ലേ. കാലാതീതമായിട്ട് എല്ലാ യുഗങ്ങളിലും, നൂറ്റാണ്ടുകളെന്ന് പറയേണ്ട, എല്ലാ യുഗങ്ങളിലും നിലനിൽക്കുന്ന ഏകമായ ആ ഒരു കൃതികൾ, അല്ലെങ്കിൽ ആ ഏകത്വമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഭഗവത് സൃഷ്ടികൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട പുരാണങ്ങൾ, ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയുള്ള ആ ഒരു ഗ്രന്ഥശേഖരമല്ലേ നമ്മൾ എല്ലാ യുഗങ്ങളിലും മാനവരാശിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുവാൻ വേണ്ടിയും ഒക്കെ ഉള്ളത്. അതുതന്നെയാണ് എന്നും ഇവിടെ നിലനിൽക്കുന്നത്. എത്രയെത്ര തലമുറകൾ കഴിഞ്ഞു പോയാലും, ഏതെല്ലാം വംശങ്ങൾ ഭൂമി ഭരിച്ചാലും, ഭഗവത് സ്മരണകളിലൂടെ കടന്നു പോകുന്ന കൃതികൾക്കൊരിക്കലും കാലഹരണമുണ്ടാകില്ല. അത് കാലാതീതമായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ടല്ലേ ആദികാവ്യമെന്നറിയപ്പെടുന്ന വാൽമീകി രാമായണം ഇന്ന് നമ്മൾ വായിക്കുന്നു, നമ്മുടെ പൂർവികരൊക്കെ വായിച്ചു, ഇനി നമ്മുടെ അടുത്ത തലമുറ വായിക്കുന്നു. അതിലും ശേഷം വരുന്ന തലമുറകളും അതവരുടെ പ്രധാന ഗ്രന്ഥമായി അവർ സൂക്ഷിക്കുകയും വായിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഓരോ ഗ്രന്ഥങ്ങളും, ഭഗവത്ഗീതയായാലും നാരായണീയമായാലും ശ്രീമദ് ഭാഗവതമായാലും മഹാഭാരതമായാലും അതിനും അപ്പുറത്തേക്ക് പോയാൽ വേദങ്ങളും വേദങ്ങളുടെ അന്തം ആയ വേദാന്തങ്ങൾ, ബ്രാഹ്മണങ്ങൾ എല്ലാം ഓരോ സൃഷ്ടികളും എടുത്ത് നോക്കിയാൽ ഇതൊക്കെയല്ലേ എന്നും ഇവിടെ നിലനിന്നുകൊണ്ടിരുന്ന ഏകത്വത്തെ കുറിക്കുന്ന ആ ഒരു വിജ്ഞാനം. അതിനപ്പുറത്ത് നമ്മൾ എന്തെല്ലാം മനുഷ്യൻ്റെ ഭാവനകളിൽ അതാത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർ, അവരുടെയൊക്കെ ആ സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ, ഇവരുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ഭഗവാൻ കൊടുത്ത സർഗാത്മകമായിട്ടുള്ള വാസനകൾ വ്യത്യസ്തമായ രൂപങ്ങളിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ആഹ്ലാദം ജനിപ്പിക്കുമെങ്കിലും അതൊരു കാലഘട്ടത്തിൽ മാത്രമാണ്. അതിനും അപ്പുറം ഈ ഓരോ വ്യക്തിക്കും ഈ സർഗാത്മകതയെ കൊടുത്തത് ആരെന്നുള്ള അന്വേഷണം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ആ കൊടുത്ത ആളിനെക്കുറിച്ചല്ലേ ആദ്യം, പിന്നീട് അങ്ങോട്ടല്ലേ നമ്മുടെ വഴി പോകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുകയില്ല, ആനന്ദിപ്പിക്കുകയില്ല. അതൊക്കെ ഒരു കാലഘട്ടം വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോഴും നമുക്ക് ഒരൊറ്റ അറിവ്, അതാണ് ഏതൊന്നാണോ അറിഞ്ഞാൽ ഇനി ഒന്നും അറിയേണ്ട എന്ന് തോന്നുന്ന അറിവ്, അതാണ് പരമമായ അറിവ് അല്ലേ. ആ അറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മറ്റതിനിപ്പുറത്തുള്ളതൊന്നും നമ്മെ രമിപ്പിക്കില്ല. നമുക്ക് യാതൊരു മനസ്സിന് ഒരു സന്തോഷവും തരത്തില്ല. പരമമായ സന്തോഷം ഏറ്റവും പരമമായ ജ്ഞാനത്തിലാണ് നാം കാണുന്നത്. അതിനിപ്പുറത്ത് കിട്ടുന്നതൊക്കെ നമുക്ക് എത്രയോ സോഷ്യൽ മീഡിയകളെടുത്ത് വിനോദ ഉപാധികൾ എന്തെല്ലാമുണ്ട്. എത്ര വിനോദപരമായിട്ടുള്ള ചാനലുകളുണ്ടാകും ടി വിയിൽ. അതുപോലെ തന്നെ എത്ര അങ്ങനെ രസിപ്പിക്കുന്ന ബുക്കുകളും, അല്ലെങ്കിൽ എത്ര റൊമാൻറ്റിക്കായിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ ബീഭത്സമായിട്ടുള്ള ആവേശം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള കഥകളോ കൃതികളോ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ സാന്ദർഭികമായി എഴുതപ്പെടുന്ന കൃതികൾ മാത്രമാണ്. ആ ഭൗതിക ജീവിതത്തിലൂടെ, ഭൗതികതയിലൂടെ കടന്നു പോകുന്ന അത് മാത്രമേ ഉള്ളൂ ശരി, സത്യം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന വ്യക്തികൾക്ക് മാത്രമാണ്, തോന്നുന്ന ഒരു വ്യക്തികൾ എന്ന് പറയരുത്, അതാണ് ഒരു ജനസമൂഹം മുഴുവനും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് 2-3 പേരൊക്കെ ഉള്ളായിരിക്കും ഭൗതികതയെ ആത്മീയതയും വ്യത്യസ്തമായി കാണുകയും അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഈ ഇവിടെ കാണുന്നതെല്ലാ കോലാഹലങ്ങളും വളരെ അവരെ മാനസികമായിട്ട് വളരെ സന്തോഷിപ്പിക്കും. ആ സന്തോഷം അല്പനേരത്തേക്കാണെങ്കിലും അത് അവരെ ആസ്വദിക്കുന്നു. അത് ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ ഒരു നൃത്തം, അല്ലെങ്കിൽ ഒരു ഗാനം, ഇതൊക്കെ നമ്മൾ അന്നേരത്തേക്ക് കേൾക്കുന്നു, ആനന്ദിക്കുന്നു. ഇതൊക്കെ നമ്മൾ സമൂഹ ജീവിയായി നാം നിലനിൽക്കുമ്പോൾ ഇതിലൊക്കെ നാം പങ്കാളിയാവണം. നമ്മളും അതൊക്കെ ആസ്വദിക്കണം. അതെല്ലാം വെറുത്തിട്ട് നമ്മൾ ജീവിക്കണം എന്നല്ല പറഞ്ഞത്. ചില മതക്കാർക്ക്, മതം എന്ന് വെച്ചാൽ ചില
സൈദ്ധാന്തികമായ ഓരോ പ്രവാചകന്മാരുടെയും ഫോളോവേഴ്സായിട്ടുള്ളവർക്ക് സംഗീതമോ നൃത്തമോ അല്ലെങ്കിൽ മറ്റ് സാഹിത്യ ഉപാധികളോ സർഗാത്മകതയോ അതിലെങ്ങും താല്പര്യമില്ലാതെ ഏകത്വമായ അല്ലെ ഏകനായ പരമാത്മാവിനെ അല്ലെങ്കിൽ ആ ഒരു എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവിനെ മാത്രമാണ് അവരെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞത്. അതിൽ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ട കാര്യങ്ങൾ നമുക്കുണ്ടാവണം. പക്ഷേ മനസ്സിനേക്കാൾ ഉപരി മനസ്സിനെയും നിയന്ത്രിക്കുന്ന ആത്മചൈതന്യത്തെയും സന്തോഷിപ്പിക്കുവാൻ ഉതകുന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഉതകുന്ന ആ തീമുകൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ മാത്രമാണ്. അത് പഠിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഒഴുക്കാണ് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. കൂടുതൽ കൂടുതൽ നമ്മൾ വായിച്ച് ചെല്ലുന്തോറും അറിഞ്ഞ് ചെല്ലുന്തോറും ഒരിക്കലും അവസാനിക്കാത്ത മഹാനിധിയുടെ ഒരു ഖനിയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഖനിയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ദൂരെയൊക്കെ ആ ഖനനം ചെയ്യുമ്പോൾ തെറിച്ചു വീഴുന്ന ഓരോ അല്പാൽപമായിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ. ആ അറിവിലൂടെ തന്നെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ മഹത്തരമായിട്ടുള്ള ഖനിയുടെ വലിയ വലിയ നിക്ഷേപങ്ങൾ, വിലമതിക്കാത്ത നിക്ഷേപങ്ങളുടെ വലിയ ഖനികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധ വരുന്നതും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ പാരായണം ചെയ്ത് ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് അതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ മനസ്സ് ആഗ്രഹിക്കുന്നതുമൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറ്റ് കാര്യങ്ങളെക്കാൾ സന്തോഷം വരികയും അത് സ്ഥായിയായ ഒരു സന്തോഷത്തിൻ്റെയും സ്ഥായിയായ ജീവിത ചക്രത്തിൻ്റെയും അല്ലെ ജീവിതത്തിൽ നിത്യേന ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.